പ്രിയരെ, സംഭവമായ ഒരു വർഷം 2024 നമ്മെ വിട്ടുപിരിഞ്ഞു. അപകടങ്ങൾ മുഖാന്തരം അനേക ഭവനങ്ങളിലെ സന്തോഷം കെടുത്തിക്കളയുന്ന ഒരു വർഷമായിരുന്നു 2024. ആർത്തനാദത്തിൻ്റെയും വിലാപത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ അനേക ഭവനങ്ങൾ കടന്നുപോയി. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുത എന്നേക്കും ഉണ്ടാകാത്ത രീതിയിൽ വർദ്ധിച്ച ഒരു കാലഘട്ടമായിരുന്നു നമ്മളെ വിട്ടുപോയത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, സിറിയയിലെ കലാപം, പാലസ്തീനിലെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എന്നിവ അറുതിയില്ലാതെ തുടരുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ മുഖാന്തരവും മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ മുഖാന്തരവും അനേക സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലും ഉണ്ടായി. കേരളത്തിലെ വയനാട്ടിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ അനേക ഭവനങ്ങൾ അനാഥമായി തീർന്നു. പുതുവർഷം നമ്മുടെ ജീവിതത്തിൻ്റെ ആകാംക്ഷയുടെയും ആശങ്കകളുടെയും വെല്ലുവിളികളുടെയും അനിശ്ചിതത്തിൻ്റെയും അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ ദൈവമെല്ലാം നിയന്ത്രിക്കുന്നു, ദൈവം ചരിത്രത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ള ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമത്രേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് നാം മനസ്സിലാക്കുന്നു. സുവിശേഷം ഇന്നും എന്നും ഒരു പുതിയ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ തീരണം. കൊച്ചുകുട്ടിയുടെ കയ്യിൽ കളിപ്പാട്ടം കൊടുക്കുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന വികാരമാണ് 2025 ആരംഭത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ ഗതി നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു സർവശക്തന്റെ സന്നയിലാണ് നാം ഇരിക്കുന്നതെന്നും ആ കരങ്ങളിലാണ് നാം സുരക്ഷിതരായിരിക്കുന്നുള്ള ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് 1-2 ചിന്തകൾ പുതുവർഷം ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ പുതുവർഷവും ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. അതുകൊണ്ട് രക്ഷകന്റെ പിറവിയെ തുടർന്നാണ് ഓരോ വർഷവും ആരംഭിക്കുന്നത്. ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ വാതിൽ. വിദ്വാൻമാർ ബേത്ലഹേമിൽ കൂട്ടിച്ചെന്ന കർത്താവിൻ്റെ സന്നയിൽ, കുഞ്ഞിൻ്റെ സന്നയിൽ പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ച ശേഷം അറിയിപ്പുണ്ടായ പ്രകാരം വേറെ വഴിയായി കടന്നുപോയി. 2025 നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു ടാർഗറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സമയം, കഴിവ്, പണം, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, ഇവയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യപ്രാപ്തി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കൊലോസ്യർക്ക് 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നുള്ളത് നാം കാണും. 60 വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ ആദിവാസികൾ പാടി, ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നും, ഇനിയൊരു വിശ്രമം എവിടെ നിന്നും, എവിടെ ചെന്നും. അതുപോലെ തന്നെ 1970-കളിലെ വിപ്ലവാശയങ്ങളിൽ ഊന്നി പ്രവർത്തിച്ചതായിട്ടുള്ള അനേകം വിപ്ലവകാരികൾ ഇന്ന് മനുഷ്യാവകാശ പ്രവർത്തകരായി മാറിയിരിക്കുകയാണ്. അവർ തീരുമാനമെടുത്തത് വേറൊന്നുമല്ല, നഷ്ടപ്പെട്ടതിനേക്കാൾ നേടാനുള്ളത് വലുതാണെന്ന് അവർ തീരുമാനമെടുത്തു. 2024 നമുക്ക് പലതും നഷ്ടപ്പെട്ടതാകാം. എന്നാൽ 2025 ഒരു പുതിയ അനുഭവം, നേടാനുള്ളത് വലുതാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിപ്പാനായിട്ട് നമുക്കിട വരുത്തട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, 2025 ഒരു പുതു നിയോഗത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരെയും കർത്താവ് നിയമിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യ ജീവിതം ഒരു യാത്രയാണ്. ആ ക്രിസ്ത്യ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവമുണ്ട്, കടലിൻ്റെ അനുഭവമുണ്ട്, വേദനയുടെ അനുഭവമുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കുമ്പോഴാണ്, അതൊക്കെയും ആ പ്രാർത്ഥനയോടുകൂടി പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം സഫലമായി തീരുന്നത് എന്നുള്ളത് ഓർക്കണം. ഒരു പുതിയ വഴി, ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ വീക്ഷണം ഇത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം. പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ട ജീവിതയാത്രയാണ് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അനേക വെല്ലുവിളികളെയും അനേക പരീക്ഷണങ്ങളെയും അനേകമായിട്ടുള്ള ശോധനകളുടെ അനുഭവവും അവരുടെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ദൈവം അവരെ കൈവിടാതെ കനാൻ നാട്ടിലേക്ക് എത്തിച്ചു. നമ്മുടെ ഈ യാത്ര സന്തോഷത്തോടും സൗഭാഗ്യത്തോടും കൂടെ പുലരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളുടെയും നിരാശകളുടെയും ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ ഏറിയ പ്രാർത്ഥനയും ദൃഢനിശ്ചയവും ഏറിയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ആഴമേറിയ ഭാവബോധം ഉള്ളവരായിത്തീർന്ന് മുന്നോട്ട് പോകാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ സന്ധിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ മാനസാന്തരത്തിൻ്റെയും കുമ്പസാരത്തിൻ്റെയും അനുഭവമായി തീരണം. ആ ഒരു അനുഭവമാണ് പുതിയ പ്രഭാതത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം ആരംഭിക്കുന്നത് എന്നോർത്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പുതുവർഷം പ്രവർത്തിപ്പാനും ജീവിപ്പാനും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.